ഇന്ന് നമ്മളെ കൂടെ ഇവിടെ ഒരു ഭീകരനുണ്ട്. So we're going to talk about everything, starting from wellness to nutrition to day-to-day myths and facts and etc. All right, hi, welcome. Hi. Thank you. So we'll start with the very basic of topic. That is, എല്ലാവരും പറയുന്ന കാര്യമാണ് സപ്ലിമെന്റ്സ് എടുക്കണം, അല്ലെങ്കിൽ ജിമ്മ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ മേടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സപ്ലിമെന്റ്സ്. സ്റ്റാർട്ടിങ് ഫ്രം പ്രോട്ടീൻ ടു ക്രിയാറ്റിൻ ടു NAD to L-carnitine, etc. What is your take on this, and what is the age that it requires to be taken? So supplements എന്ന് പറയുമ്പോൾ one thing നമ്മളിപ്പോൾ പറഞ്ഞ protein is something that the body requires. നമുക്കറിയാം ക്രിയേറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി പ്രോസസ്സ് ചെയ്യുന്ന സാധനമാണ്, ബോഡിക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇപ്പം നമ്മളിത് എക്സ്ട്രാ എടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഒരു 5 വർഷം മുമ്പ് വരെ പ്രോട്ടീൻ ഒരു സ്റ്റെറോയിഡ് ആയിരുന്നു. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നീ വേറെ ഒന്നും ചെയ്തോ പ്രോട്ടീനിന്റെ പൗഡർ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറയായിരുന്നു. നേരെ മറിച്ച് ക്രിയേറ്റിൻ ഇപ്പോഴും അത് വേറെന്തോ വെള്ളപ്പൊടിയാണ്, അതൊന്നും തൊട്ട് കളിക്കരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം. ഇത് നമ്മൾ എക്സ്ട്രാ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് ഫുഡ് സോഴ്സിൽ നിന്നും കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ, കുറച്ച് പ്രായമായ ആൾക്കാർക്ക് ഇപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് വരെ വേ പ്രോട്ടീനും അല്ലെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻ ഒക്കെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ ഫൈബർ ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. യങ് ഏജിൽ നമ്മുടെ ബോഡി ഈസ് സോ റെഡി ടു ടേക്ക് അപ്പ് ഓൾ ദീസ് ന്യൂട്രിയൻസ് ഇൻ ടു ദ ബോഡി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ള പ്രോട്ടീൻ ഇൻടേക്ക് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാത്തപ്പോഴാണ് ഐ വുഡ് സേ പ്രോട്ടീൻ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ക്രിയേറ്റിനോ എടുക്കാൻ പറയുന്നത്. ഇപ്പോൾ പ്രോട്ടീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു നല്ല ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ അവർക്കൊരു ബോഡി വെയിറ്റിന്റെ ഒരു 1.5 grams എങ്കിലും പ്രോട്ടീൻ വേണം. അപ്പോൾ ഒരു 100 kilos ഉള്ള ഒരാളാണെങ്കിൽ 150 grams ഓഫ് പ്രോട്ടീൻ എടുക്കണമെങ്കിൽ അത്രയും ഫുഡ് ഇൻടേക്ക് ചെയ്യണം, അത്രയും കാലറീസ് ബോഡിയിലേക്ക് കയറാൻ പറ്റും അന്നത്തെ ദിവസം ഡെയിലി. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് വരാം. ക്രിയേറ്റിൻ ആയാലും ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്തായാലും നമ്മുടെ ബോഡിക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് തിങ്. സപ്ലിമെന്റ്സിനോടുള്ള ആൾക്കാരുടെ മെന്റാലിറ്റിയാണ് മാറ്റേണ്ടത്. ഇപ്പം ഈ സപ്ലിമെന്റ്സ് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പം IV എടുക്കുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, IV ഈസ് നോട്ട് നോർമലൈസ്ഡ് ഹിയർ. 5 കൊല്ലം മുമ്പ് പ്രോട്ടീൻ സ്റ്റെറോയിഡ് പോലെ തന്നെ ഇപ്പൊ ടാബു ആയിട്ടാണ് ചിലർ കാണുന്നത്. അതെ, നേരെ മറിച്ച് നമുക്കൊരു പില്ല്, അതേമാതിരി എന്തെങ്കിലും ഒരു പില്ല് കഴിക്കാൻ മോർ ദാൻ ഹാപ്പി. എന്തെങ്കിലും ആവശ്യത്തിന് ബോധം കിട്ടാൻ മാത്രം IV യൂസ് ചെയ്യണം. ബോധം കെട്ടാൽ ഇതിനൊക്കെയാണ് IV ആലോചിക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ പ്രിവെന്റീവ് ആയിട്ട് ആരും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ദ റൈറ്റ് വേ ടു ഗോ അബൌട്ട് ഇറ്റ്, റൈറ്റ്? സോ വൺ തിങ് ഐ വോണ്ട് ടു ആസ്ക് യു ഇസ്, ഇപ്പോൾ ഈ സപ്ലിമെന്റ്സ് എന്നൊക്കെ പറയുന്നു, ഇത് ഈ പ്രോട്ടീൻ യു മെൻഷൻ ഫുഡിൽ നിന്ന് കിട്ടാത്ത സോഴ്സ് ആണ് നമ്മൾ എക്സസ് ആയിട്ട് പൗഡർ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ദാറ്റ് കുഡ് ബി പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, വാട്ട് എവർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ദാറ്റ് ഇസ് ഇത്. വാട്ട് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഡു യു പ്രിഫർ ആൻഡ് ഹൂ ഇസ് ഇറ്റ് കമ്പാറ്റബിൾ ഫോർ? So do you remember, like for 5 years ago I came to you saying that ഞാൻ ഭയങ്കര ബ്ലോട്ടിങ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ആൻഡ് till then I used to have whey protein. ഈ വേ പ്രോട്ടീൻ കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് Basimah was the one who told me, like, did you check do you have lactose intolerance? അപ്പോൾ പിന്നെ എനിക്കൊരു ഇതുണ്ടല്ലോ, വേ പ്രോട്ടീൻ കഴിക്കുന്ന എനിക്കിങ്ങനെ ലാക്ടോസ് ഇൻടോളറൻസ് ഒരു ആറ്റിറ്റ്യൂഡ് ഞാനുള്ളത്. അപ്പം പിന്നീട് അത് ചെക്ക് ചെയ്ത് എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. ദെൻ ഐ സ്റ്റാർട്ടഡ് യൂസിങ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആയാലും കാര്യങ്ങളൊക്കെ. ദെൻ ആ ബ്ലോട്ടിങ് ഇഷ്യൂ മാറി. വേ പ്രോട്ടീൻ തന്നെ കഴിക്കണം എന്നൊരിക്കലും ഞാൻ പറയില്ല, പക്ഷേ പ്രോട്ടീൻ സോഴ്സിൽ ഏറ്റവും ബെസ്റ്റ് വുഡ് ബി ഐസൊലേറ്റഡ് വേ പ്രോട്ടീൻ ആണ് നമുക്ക് കഴിക്കുന്നത് നല്ലത്. ഇഫ് യു ആർ ലാക്ടോസ് ഇൻടോളറൻറ്റ്, ഡെഫിനറ്റ്ലി ട്രൈ നോട്ട് ടു യൂസ് വേ പ്രോട്ടീൻ. നമ്മൾ പാല്, ഡെഫിനറ്റ്ലി മിൽക്ക് എന്ന് പറയുമ്പം പാല് കുടിക്കുന്നതാണ്, കൗ മിൽക്ക് കുടിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ഗോ ഫോർ ഓട്ട് മിൽക്ക് ഓർ ആൽമണ്ട് മിൽക്ക്. അതുപോലെ തന്നെ പ്രോട്ടീനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ ആക്നെ ടെൻഡൻസി ഉണ്ട്, ഗട്ട് സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾവേസ് ഗോ ഫോർ പ്ലാന്റ് അതർ സോഴ്സസ്. യെസ്. നൗ വാട്ട് ഈസ് ദ ഏജ്? ലൈക്ക് ഒരു 10th ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഒക്കെ നമ്മളെടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് അവർ obviously they want to look good and they want to be the best in their peer. ആ ഒരു ഏജ് ആണല്ലോ അത്. അപ്പം they'll be like, ഞാൻ പ്രോട്ടീൻ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഞാനത് കഴിക്കാൻ പോവാണ്. ആൻഡ് പേരൻസ് ഓൾസോ കം അപ്പ് വിത്ത് ദിസ് കൺസേൺ ദറ്റ് യു നോ ഇപ്പം തന്നെ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, ക്രിയാറ്റിൻ കഴിക്കുന്നുണ്ട്. ഡു ദേ ഹാവ് ടു സ്റ്റാർട്ട് അറ്റ് ദാറ്റ് യങ്? Actually they don't have to, because ആ സമയത്ത് നമ്മളുടെ body is well prepared to take a protein or creatine from the food sources that we are having. പക്ഷേ ഐ വുഡ് സേ ദാറ്റ് മിക്ക ജിംസും
അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് പ്രോട്ടീനും ക്രിയേറ്റീനൊക്കെ പുഷ് ചെയ്യുന്നത് ബിക്കോസ് ദേ മേക്ക് റിയലി ഗുഡ് മണി ഔട്ട് ഓഫ് സെല്ലിങ് ഓൾ ദീസ് തിങ്സ്. ഇപ്പം എനിക്ക് വരെ ഇപ്പം വരാറുണ്ട് ലൈക്ക് ഈ പ്രോട്ടീൻ പൗഡർ നിങ്ങളുടെ പേജ് ത്രൂ സെല് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഒരു ബോക്സിന് 500 to 1000 rupees ഈസി മണി, റൈറ്റ്? അത് തെറ്റാണല്ലോ പറയുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ബിക്കോസ് നമുക്ക് I've always told that I don't do any paid collaborations. അത് one of the main reasons that I don't want to sell things that I don't use. Why did I come here? ഞാൻ അങ്ങോട്ട് ബാസിമിക്ക് മെസ്സേജ് അയച്ചാൽ അല്ലെ അച്ഛമ്മ ലൈക്ക് നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും വരും ബിക്കോസ് ഐ എം എ പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി ഐ ബീൻ കമ്മിങ് ടു യു ഫോർ എൻ്റെ ഓരോരോ കാര്യങ്ങൾക്കും എന്തെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കും ആൻഡ് ഐ ബീൻ ഗെറ്റിംഗ് റിയലി ഗുഡ് റിസൾട്ട്സ് ഔട്ട് ഓഫ് ഇറ്റ്. That is one of the main reason why ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ക്രിയേറ്റിൻസ് എന്ത് എടുക്കുകയാണെങ്കിലും യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇഫ് ദ പ്രോഡക്റ്റ് ഇസ് ജെന്യുവൻ. അത് നമ്മൾക്ക് ഉള്ളൊരു മെന്റാലിറ്റിയാണ്. നമ്മളുടെ ഒരു ട്രെയിനർ നമ്മൾ ഒരിക്കലും ചതിക്കില്ല. കാശ് കിട്ടിയാൽ ചതിക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. Alright. So now, when it comes to supplementation and ഇതൊക്കെ നമ്മൾ പറഞ്ഞു, NAD is one booming supplement now. അല്ലേ? NAD അത് പലരും എടുക്കണം എന്ന് പറയുന്നു, പലരും എടുക്കുന്നു, IV ആയിട്ട് എടുക്കുന്നു, ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്നു. What is your take on it? See, നമ്മൾ ആദ്യം IV-നെ തന്നെ നോർമലൈസ് ചെയ്യാൻ പഠിക്കണം അല്ലേ? അപ്പൊ നാഡിന് മുമ്പ് നാഡ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ IV നമ്മൾ എത്രത്തോളം നോർമലൈസ്ഡ് ആണ്. ഒന്നൊക്കെ നമ്മൾ വല്ലാതെ ക്ഷീണിച്ച് ബോധം കിട്ടുമ്പോഴാണ് നമ്മൾ പോയി IV കയറ്റുക, അവർ ട്രിപ്പ് കിട്ടിയത്. ആദ്യം നമുക്ക് അറിയുന്നത് ഗ്ലൂക്കോസ് വെള്ളം കയറ്റുന്നതാണ്. എല്ലാ കാഷ്വാലിറ്റിയിലും പോയിട്ട് എല്ലാവരും എടുക്കുക. ഇതൊരു പ്രിവെന്റീവ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനാലിറ്റി ബെറ്റർ ആവും എന്നുള്ളത് ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. പ്രിവെൻഷനെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നില്ല. പ്രിവെൻഷനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നേനെ. അവര് ക്യൂറിനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ബിക്കോസ് ക്യൂറിന് വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ പ്രിവെൻഷന് സ്പെൻഡ് ചെയ്യുന്ന കാര്യം ചിന്തിക്കുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? എന്തെങ്കിലും വരുമ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ ഹോസ്പിറ്റൽ ബില്ലും കൂടി ഇങ്ങോട്ട് വരും എന്റെ കൂടെ തന്നെ. നമുക്കിപ്പം വി ഹാവ് ലോട്ട് ഓഫ് പേഷ്യൻസ് ഹു കം ടു അസ് ലൈക്ക് ട്രാവൽ ചെയ്യുന്നതിനും ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളവർ. ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഈ സ്ഥലത്ത് പോകണം, അപ്പോൾ എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ഫാൾ സിക്ക്, അപ്പോൾ ഐ വോണ്ട് ഗെറ്റ് IV ബൂസ്റ്റർ. ഫംഗ്ഷൻസ് ഉണ്ട്, കല്യാണങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ 3, 4, 5 ദിവസമാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഇവർ വയ്യാണ്ട് കിടക്കുന്നതിന് വരും they do an IV maybe before or soon after the event. So then they say like generally energy levels are better. അല്ലെങ്കിൽ ഈ ക്രൗഡിൽ പോകുമ്പോൾ പെട്ടെന്ന് വരുന്ന വൈറൽ ഫീവർ, ഇൻഫെക്ഷൻസ്, ഇതൊന്നും ഇത് കാരണം വരുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും പക്ഷേ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഇത് ഒരു ഐയിൽ ആൾക്കാർ ഇനിയും കാണാനിരിക്കുന്നു. സോ what is, have you had any അങ്ങനെ ഒരു personal experience wherein you have had your friends or you tried out an IV before or after an event? See, definitely because IV ക്ഷീണം വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമില്ല എന്നുള്ള ആദ്യം ആൾക്കാർ മനസ്സിലാക്കണം. ഇതിനൊരു പ്രിവെന്റീവ് സോഴ്സ്. ഇപ്പം കല്യാണത്തിന് വരുന്നുണ്ട്, അപ്പൊ കല്യാണത്തിന് പോകുന്ന സമയത്ത് 2-3 റെഡ് ബുൾ കുടിച്ചിട്ട് ഫുൾ പവറിൽ നിൽക്കാൻ ആൾക്കാർ റെഡിയാണ്. നേരെ കുറച്ച് ഒരു IV ട്രിപ്പ് എടുക്കാൻ പറഞ്ഞാൽ അതെന്തിനാ, അത് ബോധം കിട്ടുമ്പോൾ നോക്കിയാൽ പറയാം. നീഡിൽ ട്രിക്ക് എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ്. നീഡിലും പിന്നെ ഇപ്പം IVന്റെ കളർ തന്നെ കണ്ടിരുന്ന റെഡും ബ്ലൂ കളർ, ഇത് വേറെന്തോ സാധനം. ആൾക്കാരുടെ നീഡില് ബോഡിയിലേക്ക് കയറ്റുന്ന ഒരു സാധനം വരുമ്പോൾ ആൾക്കാരുടെ മെന്റാലിറ്റി മാറി. സി ഇറ്റ് ടേക്ക് എ ലോങ് ടൈം ഫോർ ഷുവർ. ഞാൻ പറയില്ല, ഇപ്പം 5 കൊല്ലം മുമ്പ് പ്രോട്ടീൻ ചെറോയിഡ് ആയിരുന്നു, ഇപ്പൊ അതല്ല. ഇപ്പൊ ക്രിയേറ്റിനെ കുറിച്ചിട്ട് ഭയങ്കരമായ ഡിസ്കഷൻസ് വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും തീരുമാനം എല്ലാ ട്രെയിനർമാരും തമ്മിൽ തീരുമാനമാക്കട്ടെ ആദ്യം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ IV-യിലേക്ക് ആൾക്കാർ എത്തിപ്പെടാൻ സമയം എടുക്കും. ബിക്കോസ് US-ലൊക്കെ നിങ്ങളിപ്പോൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ നിന്ന് റിസർച്ച് ചെയ്തൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. US-ലൊക്കെ 5 കൊല്ലം 10 കൊല്ലം മുമ്പ് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ട്രീറ്റ്മെന്റ് അല്ല, ഇതൊരു വെരി നോർമലൈസ് തിങ് ആണ്. അത് ബോഡിയിലേക്ക് നമുക്ക് വേണ്ട എന്താണ് ഇപ്പം ചെയ്യുന്നത്, നമ്മളെ ബോഡിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പം മൈറ്റോകോൺട്രിയക്ക് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ളൊരു എലിമെന്റ് ആണ്. ആ എലിമെന്റിനെ നമ്മൾ ബോഡിയിലേക്ക് ഡയറക്റ്റ്ലി ഇൻജെക്ട് ചെയ്യുന്നു, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇത് ചെയ്യുന്നില്ല. അതെ, നമ്മളെ ബോഡിക്ക് ഒരു ബാറ്ററി ബാക്കപ്പ് പോലെ അല്ലെങ്കിൽ ഒരു എനർജി സോഴ്സ് പോലെ ജസ്റ്റ് ഇത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് അവർ ബോഡി പ്രൊഡ്യൂസ് മോർ എനർജി. നമ്മൾ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ഫോണിന്റെ ചാർജ് തീരുന്നത് നമ്മൾ കാത്തുക്കോ? ഇല്ലല്ലോ. അതിനു മുമ്പ് ഫോൺ ചാർജ് കുത്തില്ലേ? വെരി ഗുഡ് എക്സാമ്പിൾ. നേരെ കുറച്ച് ഫോൺ ചാർജ് തീർന്ന് ഡെഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ചാർജ് കുത്താൻ നിൽക്കില്ലല്ലോ. That's the right way. Okay.
Now, ഇപ്പം നമ്മളെല്ലാവരും കേൾക്കുന്നൊരു ഇതാണ് ഹോളിസ്റ്റിക് കോസ്മെറ്റോളജി. ഇറ്റ്സ് ലൈക്ക് വെരി ടു ട്രെൻഡിങ് വേർഡ്സ്. ഓക്കെ, ഹോളിസ്റ്റിക് കോസ്മെറ്റോളജി ആക്ച്വലി എന്താണ് എന്നുള്ളത് കുറേ പേർക്ക് അറിയില്ല. What do you think? So at Radiance we stand for holistic cosmetology. Generally cosmetology എന്ന് പറയുമ്പോൾ what comes to your mind? കോസ്മെറ്റോളജി എന്ന് പറയുമ്പോൾ ആദ്യം വരെ കുറേ പ്ലാസ്റ്റിക് സർജറി, പിന്നെ കുറേ ബോട്ടോക്സ്. That's what even people have seen. People know that word only because of that. ഇപ്പം ഈ ഹോളിസ്റ്റിക് കോസ്മെറ്റോളജി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ ഇപ്പൊ ഫിറ്റ്നസ് മാറിയപ്പോൾ വെൽനസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിനും വെൽനസ് ഉണ്ട് അങ്ങനെയൊന്നുമില്ല, അതാണ് ഇപ്പൊ ട്രെൻഡിങ്. അതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊണ്ട് 2 കമ്പനി വെൽനസ് ട്രെൻഡിങ് ആയതുകൊണ്ടല്ല അത് പറഞ്ഞേക്കാം. പക്ഷെ that's how people are considering it. ഇപ്പൊ കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ റേഷ്യോ ഈ അടുത്ത കാലത്താണ് കൂടിയത്. അപ്പം ബാസിമയ്ക്ക് തന്നെ ബാസിമ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറെന്ന് ചോദിച്ചാൽ അതിന് ആവശ്യമുണ്ടോ? എൻ്റെ ഉമ്മക്ക് പറയാറുണ്ട് ഞങ്ങളൊക്കെ ഇപ്പൊ പണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണോ എന്നുള്ളത്. പക്ഷെ അവര് പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണോ അന്നത്തെ പൊല്യൂഷനോ അല്ല നമ്മളിപ്പോ. അന്നത്തെ ചൂടല്ല ഇന്നത്തെ ചൂട്. വെയിലത്തൊന്നും ഇറങ്ങി തിന്നാ മതി. ഒടുക്കത്തെ ചൂടാണ്. അതാ ഇപ്പം എന്താ നാട്ടില് ദുബായിന്റെ ക്ലൈമറ്റും ദുബായില് നാട്ടിലത്തെ ക്ലൈമറ്റും ആണ്. ക്ലൈമറ്റ് ചേഞ്ച്. അതെ. സോ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ വി ടോക്ക് അബൌട്ട് taking care of your internals as well as your externals. That is everything starting from your skin, your hair, your overall well-being, as well as your mind, body, your digestion, assimilation, everything. In your wellness journey so far, what is the importance of gut health and mental health that you have noticed? It's very important. These are the two things that is much more important than your physical health. Because I always tell people that if your mind is is not in the right place, no matter how motivated you are, no matter how much you can push yourself or how much big you are or lift heavy, you can't do anything. I've openly talked about my depression phase in social media because adu parnathu varanu ondale, because people need to understand that some people go through it and that should be normalized. And also people need to understand you need to seek help and need to നമ്മൾ പണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഫേസ് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സോട് സംസാരിച്ചാൽ ഫ്രണ്ട്സ് പറയാം അപ്പൊ നമുക്ക് ചായ പിടിക്കാം, അല്ലെങ്കിൽ രാത്രി കഴിക്കാൻ നമുക്ക് 2 പെഗ് അടിച്ചിട്ട് വരാം, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. അതല്ല കളി. അതാദ്യം മനസ്സിലാക്കുക ഇതിന്റെ കോർ റീസൺ എന്താണ്, വൈ ആം ഐ ഫീലിംഗ് ഇറ്റ്. ബിക്കോസ് ഇപ്പം നേരത്തെ we were talking about ADHD. I never knew that I had ADHD. Same. ഫഹദ് ഫാസിൽ ഇത് ട്രെൻഡിങ് ആക്കിയപ്പോഴാണ്. അപ്പൊ ഞാൻ പറയുമ്പോ നീ ഫഹദ് ഫാസിൽ നീ ഒരേ വേവ്ലെങ്ത് ആണ്. അതല്ല, ബിക്കോസ് നമ്മളെല്ലാവരും ADHD ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ പിള്ളേർക്കും വരും. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിലെ റീല് നോക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, 3 സെക്കൻഡ് നോക്കിക്കൊണ്ടിരുന്ന റീല് 1 സെക്കൻഡ് പോലും നമ്മൾ നോക്കില്ല, ഒറ്റ സ്വൈപ്പ് ചെയ്യല്ല. നമ്മള് ഇപ്പം എല്ലാരും പറയല്ലോ ജനറേഷന് അറ്റൻഷൻ സ്പാൻ ഇല്ല. ഇപ്പോഴത്തെ ജനറേഷന് മാത്രമല്ല, ഇത് റീൽസും ഈ ഒരു ഇത്രയും കോണ്ടന്റ് കൺസ്യൂം ചെയ്ത് നമുക്കും നമ്മളുടെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പം ദാറ്റ് ഐ തിങ്ക് എഫക്ട്സ് ആർ മെന്റൽ ഹെൽത്ത്. ആൻഡ് ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് കണക്ഷൻ ഇപ്പം ചിലർ പറയും, this is something that I have also personally gone through. That is, എനിക്ക് പോയി വർക്ക്ഔട്ട് ചെയ്യാം, എനിക്ക് പോയി ജിമ്മിന് പോകും. പക്ഷെ that aspect that way you're not mentally, you're not feeling the thing to do it. What is it your take on it? See, അപ്പം എൻ്റെ ഒരു ഡാർക്ക് ഫേസിന് സമയത്ത് ഐ ആം എ കോച്ച്, ഐ ആം എ പേഴ്സൺ ഹു ഷുഡ് ബി പുഷിംഗ് പീപ്പിൾ. ഐ ബിൻ ലൈക്ക് ഞാനൊരു റൂമിൽ 2-3 ദിവസം അടച്ചിരുന്നിട്ടൊക്കെ ഉണ്ട് വെൻ ഐ വാസ് ഗോയിങ് ത്രൂ ദാറ്റ് ഫേസ്. അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് എൻ്റെ മൈൻഡിൽ വന്ന തോട്ട് പ്രോസസ് എന്താ വെച്ചാൽ ഞാനൊരു കോച്ചായിട്ട് എന്നെ കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. വെൻ യു ഗോ ത്രൂ ദാറ്റ് ഫേസ് ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ കോച്ചസ് ഉണ്ട്, ഇങ്ങനെ മെന്റൽ ഹെൽത്ത് അല്ല, നിങ്ങൾ യു ഷുഡ് ബി ഡിസിപ്ലിൻഡ്, യു ഷുഡ് ബി ദിസ്. അത് പറയാൻ എളുപ്പമാണ്. വെൻ യു ഗോ ത്രൂ ദാറ്റ് ഫേസ് ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ്, ഓർ വെൻ യു സീ പീപ്പിൾ ഹു ആർ ഫേസിങ് ദിസ്, then only you will understand how difficult it is for them.
വെരി ട്രൂ. നമ്മൾ എപ്പോഴും ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കമ്പയർ ചെയ്യണം. എനിക്ക് പറ്റുന്നുണ്ട്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇനീഷ്യലി അതൊരു ചെയ്തു മടിയാണ്, നീ മടിക്കൊരു കാരണം കണ്ടുപിടിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് വി ഹാവ് ആസ് കോച്ചസ് വാട്ട് വി ഡു ഇസ് ദാറ്റ് വി ട്രൈ ടു സിറ്റ് വിത്ത് ദ ക്ലയന്റ് ആൻഡ് ഹാവ് കോൺവെർസേഷൻസ്. ചില ദിവസങ്ങളിൽ ചില ക്ലയൻസിനോട് ഒന്നും വേണ്ട, യു ജസ്റ്റ് കം ഹിയർ, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ യു കം ഹിയർ ആൻഡ് സിറ്റ് ആൻഡ് ഡു ദ വർക്ക് ഹിയർ ഓൾസോ, ദാറ്റ് ഇസ് ഫൈൻ. അതായാലും മതി, അറ്റ്ലീസ്റ്റ് ഒരു ചേഞ്ച് സ്പേസ് കിട്ടും. അങ്ങനെ സ്ലോലി വി ഹാവ് ടു ഇൻജെക്ട് ഫിറ്റ്നസ് ഓർ വെൽനെസ് ഇൻ ടു ദെയർ ലൈഫ് സ്റ്റൈൽ. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. ബിക്കോസ് ഇപ്പോൾ ബാസിമ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം ഒരാളൊരു സ്കിൻ കെയറിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ദേ വിൽ ബി ഇൻ എ വെരി ബാഡ് മെന്റൽ സ്റ്റേറ്റസ്. നമുക്ക് ചില പേഷ്യൻസ് വരും ആക്നെ ഉള്ള, അവർ മാസങ്ങളോളം അവർ മാസ്ക്, കോവിഡൊക്കെ എപ്പോഴോ കഴിഞ്ഞു, പക്ഷെ മാസ്ക് ഇവർ റിമൂവ് ചെയ്യില്ല. വൈ? ബിക്കോസ് ദി ഫൗണ്ട് ദാറ്റ് കംഫർട്ട് of masking their face, they don't want to show their face. So that, I think, more than with the help that we give, that mental intervention of telling them it's okay, it's normal. Yes, people might pinpoint on it, but you have to go through this journey. I think that's very important in every field. കോസ്മെറ്റോളജിന്റെ ഒരു മെയിൻ, ഈ വേർഡിന്റെ ഏറ്റവും കൂടുതൽ അബ്യൂസീവ് ആയിട്ടുള്ള വന്നതെന്ന് വെച്ചാൽ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പെർഫെക്ഷനിലേക്കാണ് നോക്കുന്നത്. It's not about perfection. It's about doing the right things for your body and your skin to make it better. To make it more balanced. Yes, more balanced and make better. അതേപോലെ തന്നെ ഫിറ്റ്നസിന്റെ കാര്യത്തിലും it's not like നിങ്ങൾ എല്ലാവരും സിക്സ് പാക്ക് ആവണം അല്ലെങ്കിൽ കർവി ബോഡി വേണം എന്നല്ല. It's about making a better choice so that you can live longer and be healthier. Actually, we are interconnected actually. So we had a very fun conversation about everything that we wanted to go vocal about. Indian samayam kitti kayna we'll keep talking about it. But yes, hopefully we'll do this more often and soon. Done. All right.